ഹായ്, യുനോയ ഇംഗ്ലീഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഹൗ ടു മെമ്മറൈസ്. ഇംഗ്ലീഷ് പഠിക്കുന്നതിൽ തുടക്കക്കാർക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വൊക്കാബുലറീസ് ഓർത്ത് ഇരിക്കുക എന്നുള്ളത്. എൻ്റെ ക്ലാസ്സിലെ പല കുട്ടികളും സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ പറയുന്ന വൊക്കാബുലറി ഓർത്തിരിക്കാനാ പാട്, അല്ലെങ്കിൽ വൊക്കാബുലറി കണ്ടുപിടിക്കാനാ പാട്. നമുക്കിത് വലിയ പരിചയമില്ലല്ലോ. ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണല്ലോ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്താണല്ലോ നമ്മൾ വൊക്കാബുലറീസിനെ പറ്റി ബോധേഡാവുക. സോ വൊക്കാബുലറി പഠിക്കുക എന്നുള്ളത് പല പിള്ളേരും ഒരു പ്രശ്നമായിട്ട് പറയാറുണ്ട്. നമുക്ക് അതിൻ്റെ അകത്തൊരു എളുപ്പ വഴിയുണ്ട്. നമുക്ക് വലിയ വലിയ വൊക്കാബുലറീസ് ഒന്നും പഠിക്കണ്ടെങ്കിൽ സംസാരിക്കാനായിട്ട് അറിയുന്ന വൊക്കാബുലറീസ് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സെൻറ്റൻസുകളും കോണ്ടെക്സ്റ്റുകളും ഒക്കെ സംസാരിക്കാനായിട്ട് പറ്റും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതാണ്, എങ്ങനെയാണ് വൊക്കാബുലറീസ് ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പഠിച്ചത് ഓർത്തിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പ്രോ ടിപ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. സോ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക, എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പല മാർഗങ്ങളിലൂടെ നമുക്ക് വൊക്കാബുലറീസ് പഠിക്കാൻ പറ്റും. ഒന്ന്, നമ്മൾ എഴുതി പഠിക്കുക. രണ്ട്, ഒരു വാക്ക് വായിച്ചിട്ട് കാണാതെ പഠിക്കുക. ഡിക്ഷണറിയിൽ നോക്കി പുതിയ പുതിയ വാക്കുകൾ പഠിക്കുക. സോഷ്യൽ മീഡിയ ത്രൂ പഠിക്കുക. ഇങ്ങനെയുള്ള പല രീതികളിൽ നമുക്ക് വൊക്കാബുലറി പഠിക്കാനായിട്ട് പറ്റും. പക്ഷെ ഇഫക്റ്റീവായിട്ട് ഇത് ഓർത്തിരിക്കുക എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. വൊക്കാബുലറി ഞാൻ പഠിച്ചു, ഓക്കെ, ഫ്രം എനി സോഴ്സ് ഐ ലേൺ എ ന്യൂ വൊക്കാബുലറി, ബട്ട് ഓർത്തിരിക്കാൻ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പലരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. സോ നമുക്ക് പഠിക്കേണ്ടത് ആ പഠിക്കുന്ന രീതിയിലാണ് എന്തോ പ്രശ്നമുള്ളത്. ഞാൻ എന്തോ വലിയൊരു വാക്ക് പഠിച്ചു പണ്ടൊരിക്കൽ, ഇപ്പോൾ നമ്മുടെ ശശി തരൂർ സാറൊക്കെ പറയുന്ന പോലെ എന്തോ ഒരു വലിയ വാക്ക് ഞാൻ പഠിച്ചു വെച്ചു. പക്ഷെ എൻ്റെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാനായിട്ട് മറന്നുപോയി, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് മറന്നുപോയി. സോ അത് നല്ലൊരു സെറ്റപ്പ് ആയിട്ടുള്ള വാക്കായിട്ട് വരും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും എന്ന് വിചാരിച്ച് പഠിച്ചാണ്. പക്ഷെ 2 മണിക്കൂറോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ സംഭവം മറന്നു. ഇതാണ് പലരുടെയും അവസ്ഥ. നമ്മൾ അങ്ങനെ പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ്. ഒന്നാമത്തെ കാര്യം അതാണ്, നോ യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞു പഠിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകൾ ഉണ്ടാവും, നിങ്ങൾ പഠിക്കുന്ന മേഖലകൾ, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ, ഇത് നോക്കുക. നിങ്ങളൊരു ഹോസ്പിറ്റൽ സെക്ടർ ആണോ ഉള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാക്കുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ കൂടുതൽ ആവശ്യം വരിക. അതായിരിക്കും നിങ്ങൾ കൂടുതൽ സംസാരിക്കുക. സ്പേസ് റിലേറ്റഡുമായിട്ടുള്ള ഒരു കാര്യങ്ങൾ വാക്ക് ഞാൻ പഠിച്ചു വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാനായത്? ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ പഠിച്ചു വെച്ചിട്ടാണ് ഹെൽത്ത് സെക്ടർ വർക്ക് ചെയ്യുന്നവർക്ക് ആവശ്യമുള്ളൂ. അതുപോലെ AC മെക്കാനിക്, അതുമായി മെക്കാനിക് മേഖലയിൽ ഉപയോഗിക്കേണ്ട വാക്കുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ പഠിച്ചു വെച്ചിട്ടേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വാക്കുകൾ വേണം. ടീച്ചേഴ്സിന് അങ്ങനത്തെ വാക്കുകൾ വേണം. സോ നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഉണ്ട്, അത് മനസ്സിലാക്കുക. നോ യുവർ നീഡ്സ്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ആദ്യം ഫിക്സ് ചെയ്യുക. അതാണ് ആദ്യം വൊക്കാബുലറി പഠിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം. സോ നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഒരു വാക്ക് പഠിച്ചു. ഇനി അതെങ്ങനെ ഓർത്തിരിക്കുക എന്നുള്ളത്, അതിനുള്ള ഏറ്റവും വ്യക്തമായ ഒരു ഉത്തരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയെങ്കിലും അത് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഗംഷൻ എന്നൊരു വാക്ക്, GUMPTION, ഗംഷൻ. ഗംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? കോമൺ സെൻസ് എന്നുള്ളതാണ്. സോ കോമൺ സെൻസിനുള്ള കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാക്കാണ് ഗംഷൻ. ഞാനിത് എവിടെയെങ്കിലും ഉപയോഗിക്കാം, നീ ഒരു കോമൺ സെൻസോട് ബിഹേവ് ചെയ്താന്ന് പറയുന്നതിന് പകരം ഒരു ഗംഷനൊക്കെ വേണ്ടടേ എന്ന് വെറുതെ പറയാം. ഒരു പ്രാവശ്യം നിങ്ങളിത് എവിടെയെങ്കിലും, വേണ്ടിടത്തോ വേണ്ടാത്തിടത്തോ എവിടെയെങ്കിലും ഉപയോഗിക്കാം. ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഓർമ്മ വരും. നിങ്ങൾ ഗംഷൻ എന്നുള്ള വാക്കിനെ പറ്റി സെർച്ച് ചെയ്യുമ്പോൾ ഗംഷൻ എന്നുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എവിടെയാണ് ആദ്യം പറഞ്ഞ ആ സിറ്റുവേഷൻ ഉൾപ്പെടെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. സോ അന്ന് മുതൽ നിങ്ങൾക്ക് ആ വാക്ക് ഓർമ്മയിൽ നിൽക്കാൻ തുടങ്ങും. ഞാൻ ഈ സിറ്റുവേഷനിൽ ഞാൻ അവരുടെ അടുത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വരും. സോ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡാണ് യൂസ് ഇറ്റ്. പറയുക, നിങ്ങൾ സിറ്റുവേഷൻ അത് തന്നെയാണോ അല്ലയോ നിങ്ങൾ നോക്കണ്ട. ഇന്ന് പഠിച്ചാൽ ഇന്ന് തന്നെ അത് ഉപയോഗിക്കാൻ നോക്കുക. സോ ഉപയോഗിക്കുന്നത് വരെ ഈ വാക്ക് നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും പിടിച്ചിരുത്തണം. ഗംഷൻ 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 എപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഗംഷൻ ഗംഷൻ മനസ്സിൽ കിട്ടോ, അല്ലെങ്കിൽ ആൾക്കാർ വേറെ എന്തെങ്കിലും വിചാരിക്കും. സോ ഗംഷൻ ഗംഷൻ ഗംഷൻ. അവിടെ ഒരു ഗംഷനില്ലല്ലോടാ,
എന്ന് വെറുതെ അങ്ങ് ഒരാളോട് പറഞ്ഞാൽ മതി, ഒരു സിറ്റുവേഷനും കിട്ടുന്നില്ലെങ്കിൽ. എന്തോരം ഗംഷൻ ഇല്ലാത്ത ആൾക്കാരല്ലേ. അപ്പൊ അവൻ ചിന്തിക്കും ഗംഷനോ, ഇതെന്താ ദൈവമേ. സോ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഗംഷൻ എന്ന് പറയുന്നത് കോമൺ സെൻസ് ആണ്, ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ. സോ നമ്മളെ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓർത്തിരിക്കും. ഇതെല്ലാം വേണമെങ്കിൽ നമ്മളിത് ആദ്യം പറയണം, എവിടെയെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് പറയണം. ഇനി നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ ഒരു ഹിന്ദി നാട്ടിലുള്ളത്, അവർക്ക് ഇംഗ്ലീഷ് വലിയ പിടിയില്ല. നമുക്കത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷുകാർ വേണമെന്നില്ല, ആരോട് വേണമെങ്കിലും നമുക്ക് ആ വാക്കുകൾ പറയാം. മൂന്നാമത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് വൊക്കാബുലറി കൃത്യമായിട്ട് ഓർത്തിരിക്കാനായിട്ട് ഞാൻ ഒരിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോർമാറ്റാണ്, ഒരു രീതിയാണ്. നമ്മൾ വാക്കുകൾ എഴുതുക എന്നിട്ട് ഉറങ്ങുന്നതിന് മുൻപ്, ഉറങ്ങിയതിന് ശേഷം അല്ല കേട്ടോ, ഉറങ്ങുന്നതിന് മുൻപ് എഴുന്നേറ്റതിന് ശേഷം വെറുതെ ഒന്ന് വായിച്ചു നോക്കുക. എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി, രാത്രി ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയും ഇത് തന്നെയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇത് ഓർത്തിരിക്കും. നിങ്ങളുടെ ബ്രെയിന് മനസ്സിലാകും ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയങ്ങളിലും നിങ്ങൾ ഫീഡ് ചെയ്യാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ഓർത്തിരിക്കാൻ പഠിക്കാൻ ശ്രമിച്ച കുറച്ച് സംഭവങ്ങളാണ്. സോ അത് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെന്ന് ബ്രെയിൻ മാനിപ്പുലേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് മാറി ലോങ് ടേം മെമ്മറിയിലേക്ക് ഈ വാക്കുകൾ സേവ് ചെയ്യാനായിട്ട് തുടങ്ങും നിങ്ങളുടെ ബ്രെയിൻ. സോ നിങ്ങൾക്ക് ഗ്രാജുവലി ഒരു 3-4 ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ മൈൻഡിൽ ഇത് ഫിക്സ് ആവും. ഇന്ന വാക്കുകൾ ലൈക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു വാക്ക് ആവശ്യം വരുമ്പോൾ തന്നെ നമുക്കത് നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരും. ഓക്കെ. നേരെ മറിച്ച് നിങ്ങൾ എഴുതി എംബോസിഷൻ പോലെ എഴുതി ഇങ്ങനെ പഠിച്ചാലും അത് നിങ്ങളുടെ മസിൽ മെമ്മറീസിനാണ് ഇത് വരിക. അല്ലെങ്കിൽ നമുക്ക് ബ്രെയിനിലേക്ക് അത്ര ആവശ്യത്തിന് ഉപകരിച്ചെന്ന് വരില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയവും പോകും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. സോ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപും ഉറങ്ങി എഴുന്നേറ്റതിന് ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നോക്കുക, വെറുതെ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കുക. ഓക്കെ. ഇത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. വാക്കുകൾ ഓർത്തിരിക്കാനും അത് ഉപയോഗിക്കാനും വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി പലരും ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 10 വൊക്കാബുലറി അങ്ങ് പഠിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 5 വൊക്കാബുലറി പഠിക്കാം. അത് തെറ്റാണ്. കാരണം നമ്മുടെ ബ്രെയിന് സ്പെഷ്യലി നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു കാര്യം ഓർത്ത് വെക്കാനുള്ള താല്പര്യം നമ്മുടെ ബ്രെയിൻ ഉണ്ടാവില്ല. സോ എന്ത് ചെയ്യുക, പതിയെ നമ്മളെ താല്പര്യം ഇൻഡ്യൂസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുക. സോ എനിക്കിത് ആവശ്യമുണ്ടെന്ന് പതിയെ നമ്മുടെ ബ്രെയിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മുടെ പോലെ തന്നെ ചിലർ പറയില്ലേ, ഞാൻ പറഞ്ഞാൽ ഞാൻ പോലും കേൾക്കില്ല. അതന്നെ സംഭവം. നമ്മൾ മനസ്സ് പറയുന്ന ബ്രെയിൻ കേൾക്കാറില്ല, അല്ലെങ്കിൽ ബ്രെയിൻ പറയുന്നത് മനസ്സ് കേൾക്കാറില്ല. നമ്മൾ ആദ്യം അത് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കണം. എനിക്ക് ആവശ്യമുണ്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ ബ്രെയിനെ മനസ്സിലാക്കിക്കണം. സോ ആദ്യം ഒരു വാക്ക് പഠിച്ചാൽ മതി. ഒരു കുറച്ച് ദിവസങ്ങളിലേക്ക് ഒരു 5-6 ദിവസം ഒരു വാക്ക് പഠിക്കുക, അത് കഴിഞ്ഞ് അത് 2 വാക്കാക്കുക. ഇങ്ങനെ മാക്സിമം ഒരു 5. നിങ്ങളിപ്പോൾ ഒരു വർഷത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറെ ഒരു 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ 5 വാക്ക് തന്നെ പഠിച്ചാൽ മതി. ഇങ്ങനെ നിങ്ങളുടെ വൊക്കാബുലറി ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. എന്ന് വെച്ചാൽ ഒരു വാക്ക് നിങ്ങൾ പഠിച്ച് അത് അന്ന് തന്നെ എവിടെയെങ്കിലും ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ വൊക്കാബുലറി കൂടാൻ തുടങ്ങും. ഓക്കെ. നേരെ മറിച്ച് നിങ്ങൾ ഒരു ദിവസം ഒരു 10 എണ്ണം പഠിച്ചു എന്ന് വിചാരിക്കുക, ഈ 10 എണ്ണവും ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകും. കാരണം 10 എണ്ണം ഒരു വാക്കിന്റെ അത്രയും ലെവലിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു വാക്കിന് കൊടുക്കേണ്ട അത്രയും മെമ്മറി നിങ്ങൾ 10 വാക്കിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെറിയ അർത്ഥ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ സംഭവിക്കും. ചിലപ്പോൾ നമ്മൾ തെറ്റായിട്ട് ഉപയോഗിക്കാം, കുറച്ച് മറന്നു പോവാം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഒരു വാക്ക് മാത്രം പഠിക്കുക, ഒരു വാക്കിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക, ആ ഒരു വാക്ക് എവിടെയെങ്കിലും സിറ്റുവേഷനുകളിൽ ഉപയോഗിക്കുക. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വാക്ക് നിങ്ങളുടെ മൈൻഡിൽ ഫിക്സ് ആവും. നെക്സ്റ്റ് ഡേ പുതിയ വാക്ക്, ഇങ്ങനെ ഒരു സ്റ്റഡി പ്രോഗ്രഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ ആ പ്രോ ടിപ്പ് ഞാൻ തരാം. ഓക്കെ. ജനറൽ വൊക്കാബുലറി പഠിക്കാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ആക്ച്വലി നമ്മൾ വലിയ ഡിക്ഷണറി നോക്കാതെ തന്നെ നമുക്കിത് പഠിക്കാൻ പറ്റും. അതിനൊരു ട്രിക്ക് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇതാ എൻ്റെ കയ്യിൽ ഒരു മാർക്കർ പെന്നാണുള്ളത് അല്ലേ. ഓക്കെ. ഈ പെൻ വെച്ച് നമ്മൾ എന്താ ചെയ്യാം, എഴുതും അല്ലേ. എഴുതുക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷ് വാക്ക്? റൈറ്റ് എന്നാണ് അല്ലേ. റൈറ്റ്. സോ റൈറ്റ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. ഓക്കെ. പെൻ എന്നൊരു വാക്ക് എഴുതുക എന്നുള്ളൊരു അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇഫ് യു ചെക്ക് ഇറ്റ് ഇൻ ദ ഗൂഗിൾ യു ക്യാൻ സീ പെൻ ടു റൈറ്റ്. എഴുതുക എന്നൊരർത്ഥം കൂടെ പെൻ എന്നുള്ളൊരു വാക്കുണ്ട്. അതിൻ്റെ റൂൾ ഇങ്ങനെയാണ്, നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ചെയ്യുന്ന ആക്ഷനെയും ആ പ്രൊസീജിയറിനെയും നമുക്ക് അതേ വാക്ക് വെച്ചിട്ട് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഫാൻ കിടക്കുന്നുണ്ട്. സോ ഫാൻ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുക? ചൂട് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഫാൻ ഉപയോഗിക്കുക അല്ലേ. ഫാൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ചൂട് കുറയ്ക്കുക എന്ന് വെച്ചാൽ തണുത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് ഫാൻ ഇടേണ്ട ആവശ്യം വരുന്നില്ല. സോ കാറ്റ് കൊള്ളുക എന്നുള്ളതും അല്ല നമ്മുടെ ആവശ്യം,
ചൂട് കുറയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ AC ഇടുമ്പോഴോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലോ നമുക്ക് ഫാൻ ഉപയോഗിക്കാം. ചൂട് കുറയ്ക്കുക എന്നുള്ളതിന് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഫാൻ. ഐ ഫാൻഡ് മൈ ഫ്രണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ടിന് വീശി കൊടുത്തു എന്നും ആവാം, ഞാൻ എൻ്റെ ഫ്രണ്ടിന് ദേഷ്യം കുറച്ചു എന്നും ആവാം. സോ നമുക്ക് കൊളോക്കിയലിയും നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഇനി സ്വിച്ച്, എവിടെ സ്വിച്ച് ഉണ്ട്? സ്വിച്ച് നമ്മൾ എന്താ ചെയ്യാം? വി ആർ കൺട്രോളിങ് സംതിങ് വിത്ത് സ്വിച്ച്. നമ്മൾ പറയും വി സ്വിച്ച്ഡ് ഓഫ് ദ ഫോൺ, ഐ സ്വിച്ച്ഡ് ഓൺ ദ ഫോൺ. സോ നമ്മൾ ഫാൻ്റെ ലൈറ്റിൻ്റെയൊക്കെ സ്വിച്ച് ഇടുമ്പോൾ എന്താ സംഭവിക്കുക? സ്വിച്ച് ഇറ്റ് ഓൺ. ഇലക്ട്രിസിറ്റി കൺട്രോൾ ആവശ്യമില്ല. ഞാൻ അതിൻ്റെ വേഗത അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അതിനെ കൺട്രോൾ ചെയ്യുവാണ്. ഓക്കെ, എന്തെങ്കിലും ഒരു ഫ്ലോ ഞാൻ കൺട്രോൾ ചെയ്യുവാണ്. അങ്ങനെ നമുക്ക് സ്വിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ക്യാപ്പ് സോറി ഫോർ ദിസ്, ക്യാപ്പ് എന്നുള്ളതിന് എന്താ അർത്ഥം? തൊപ്പി നമ്മൾ ഇതിനെ ഉപയോഗിക്കുന്നത് മൂടി വെക്കാനായിട്ട്. സോ മൂടി വെക്കുക എന്നുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് ക്യാപ്പ് ഉപയോഗിക്കാം. ഐ ക്യാപ്ഡ് മൈ കാർ, ഐ ക്യാപ്ഡ് ദ ഫുഡ്, ഐ ക്യാപ്ഡ് മൈ ബുക്ക്. എൻ്റെ ബുക്കിന് ഞാൻ ക്യാപ്പ് ഇട്ടെന്നല്ല, എൻ്റെ ബുക്കിന് ഞാൻ മൂടി വെച്ചു, എൻ്റെ കാർ ഞാൻ മൂടി വെച്ചു, എൻ്റെ ഫുഡ് ഞാൻ മൂടി വെച്ചു. ഇങ്ങനെയാണ് അർത്ഥം വരിക. ഇനി ബോട്ടിൽ, BOTTLE, ബോട്ടിൽ നമ്മൾ എന്തിനാ ഉപയോഗിക്കാം? ഫ്ലൂയിഡ് ആയിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട്. സോ കുപ്പിയിലാക്കുക അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കുക, സേവ് ചെയ്യുക. സോ ഫ്ലൂയിഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ അതുപോലെ ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ സേവ് ചെയ്യുക. അതിനാണ് നമ്മൾ ബോട്ടിൽ എന്നുള്ള സാധനം ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് വെള്ളം തന്നെയല്ല, നമ്മളിപ്പോൾ എന്തെങ്കിലും മണൽ വരെ നമുക്ക് അതിൻ്റെ താക്കാൻ പറ്റും. സോ കുപ്പിയിലേക്ക് കടത്താൻ പറ്റുന്ന എന്ത് സാധനങ്ങളും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മൾ കുപ്പി ഉപയോഗിക്കും, ബോട്ടിൽ അല്ലേ. സോ കുപ്പിയിലാക്കുക അല്ലെങ്കിൽ കുപ്പിയിൽ ശേഖരിച്ച് വെക്കുക എന്നുള്ളത് നമ്മൾ ബോട്ടിൽ തന്നെ പറഞ്ഞാൽ മതി. കുട്ടൂസൻ ബോട്ടിൽ മായാവി. സോ ഇൻട്രസ്റ്റിംഗ് റൈറ്റ്? ഇതുപോലെ നമുക്ക് വാക്കുകളെല്ലാം അങ്ങനെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും, വെർബുകളിലേക്ക്, ആക്ഷനുകളിലേക്ക്. ഓക്കെ, ഇനി ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പ്രോ ടിപ്സ്. നനയ്ക്കുക എന്നുള്ള വാക്കിന്റെ ഇംഗ്ലീഷ് അർത്ഥം അല്ലെങ്കിൽ കുപ്പിയിലാക്കുക എന്നുള്ളതിന്റെ അർത്ഥം അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബോട്ടിൽ. നനയ്ക്കുക എന്നുള്ളതിന് എന്താ ഉപയോഗിക്കുക? നമ്മൾ എന്ത് വെച്ചിട്ടാണ് നനയ്ക്കുന്നത്? വെള്ളം വെച്ചിട്ടാണ് നനയ്ക്കുന്നത് അല്ലെ. നനയ്ക്കുക എന്നുള്ളത് നമ്മൾ വാട്ടർ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, പലരും പറയുന്നത് ഷീ വാട്ടർഡ് ദ പ്ലാന്റ്സ്, വെള്ളം നിറച്ചു, വെള്ളം ഒഴിച്ചു. വാട്ടർഡ് ദ പ്ലാന്റ്, വെള്ളം ഒഴിക്കുക. സോ ഇങ്ങനെയാണ് നമുക്ക് വൊക്കാബുലറി പഠിക്കുന്നതിന്റെ ഒരു പ്രോട്ടിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കുകൾ ഏത് രീതിയിലാണോ, ഏത് വാക്കുകൾ എന്തർത്ഥത്തിലാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് വെച്ച് എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അതേ വാക്കിന് നമുക്ക് ആ സാധനത്തിന്റെ പേര് തന്നെ പറഞ്ഞാൽ മതി. ഫോർ എക്സാമ്പിൾ വിൻഡോ വെച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ റൂമിൽ നിന്ന് വിൻഡോ പുറത്ത് വ്യൂ കിട്ടാനായിട്ട്. സോ ഐ വിൻഡോഡ് മൈ എവറി പ്രോബ്ലം വിത്ത് ഹിം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവനെ കാണിച്ചു കൊടുത്തു, മനസ്സിലാക്കി കൊടുത്തു. പിന്നെ കർട്ടൻ നമ്മൾ എന്തിനാ ഉപയോഗിക്കാം? ടു ക്ലോസ് ദ വ്യൂ അല്ലെ. വ്യൂ ക്ലോസ് ചെയ്യാൻ നമ്മൾ കർട്ടൻ ഉപയോഗിക്കാം. സോ ഐ കർട്ടൻഡ് എവറിത്തിങ് ഫ്രം ഹിം, ഞാൻ അവനിൽ നിന്ന് എല്ലാ കാര്യങ്ങളും മറച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നമുക്ക് ആ വസ്തു ഉപയോഗിച്ചിട്ട് ആക്ഷനുകളുടെ അതേ പേര് പറയാം. ഫോർ എക്സാമ്പിൾ ഡസ്റ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്? മായ്ക്കാനാ. മോപ്പ് അല്ലെ, തുടയ്ക്കുക. അപ്പൊ തുടയ്ക്കുക എന്നുള്ള ഐ മോപ്പ് ദി ഫ്ലോർ, പൊടി തട്ടുക. മായ്ക്കുക എന്നുള്ളതിന് ഐ ഡസ്റ്റഡ് ദി ഫ്ലോർ നമുക്ക് പറയാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഏത് വാക്കുകളാണോ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്, എന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്, ആ പേരുകൾ തന്നെ നമ്മളത് ചെയ്യുക എന്നുള്ള ആക്ഷന് കൊടുക്കാനായിട്ട് പറ്റും. സോ ഇങ്ങനെയും നമുക്ക് വൊക്കാബുലറി ഇൻക്രീസ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വാക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥങ്ങളും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചിലവർ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരർത്ഥം മാത്രമായിരിക്കും നോക്കുക, അർത്ഥങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, കാരണം ഒരുപാട് ലെങ്ത് ആയി പോകും. സോ നമുക്കിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ക്യാൻ എന്നൊരു വേർഡ് എടുക്കാം. CAN, ക്യാൻ. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വാക്കാണ് ക്യാൻ. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതിന് പൊതുവെ 3 അർത്ഥങ്ങളാണുള്ളത്. ഒന്ന്, എബിലിറ്റി കാണിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കും. എബിലിറ്റി, കഴിവ്. ഐ ക്യാൻ ഡു ദാറ്റ്, വി വിൽ ഡു ദാറ്റ് എന്നുള്ളതിന് ഐ ക്യാൻ ഡു ദാറ്റ്, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കും. 2, സിലിണ്ടറിക് ബോട്ടിൽ, പെപ്സി, അതിൻ്റെയൊക്കെ ക്യാൻ ബോട്ടിൽ കണ്ടിട്ടില്ലേ. സോ അതിനും ക്യാൻ എന്നാണ് അർത്ഥം. പിന്നെ ഉള്ളത് നമുക്ക് പ്രിസർവ് എന്നൊരർത്ഥമാണ്. പ്രിസർവ്. ഓക്കെ, പ്രിസർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സാധനങ്ങളോ നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്ത് വയ്ക്കുക. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ പ്രിസർവ് ആണ് ഉപയോഗിക്കുക. ഇത് വെർബാണ്. സോ ഓക്സിലറി വെർബുകൾ ഇത് നൗണായിട്ട് ഉപയോഗിക്കും, ഇത് വെർബായിട്ട് ഉപയോഗിക്കും. ഞാൻ ഈ ക്യാൻ വെച്ചിട്ട് ഒരു സെൻറ്റൻസ് ഇപ്പോൾ എഴുതി കാണിച്ചു തരാം. ക്യാൻ യു, ക്യാൻ ക്യാൻ ആസ്, എ ക്യാനർ
ക്യാൻ ഞാൻ തെറ്റ് എഴുതിയതല്ല കേട്ടോ. ഇതൊരു ഇംഗ്ലീഷിലുള്ള ഒരു ടങ് ട്വിസ്റ്റർ ആണ്. ക്യാൻ യു ക്യാൻ എ ക്യാൻ ആസ് എ ക്യാൻ ഓർ ക്യാൻ എ ക്യാൻ. ഇതാണ് ഈ സെന്റൻസ്. ഇത് ചൈനക്കാർ പറയുന്ന പോലെയൊക്കെ തോന്നും. സോ ഇവിടെ ക്യാൻ യു എന്നുള്ളത് ഓക്സിലറി വെർബാണ് ക്യാൻ. ഇവിടെ ക്യാൻ എന്നുള്ളത് വെർബാണ് പ്രിസർവ് ചെയ്യുക എന്നുള്ളത്. സോ ക്യാൻ യു ക്യാൻ എ ക്യാൻ. ഇവിടെ ക്യാൻ ഉദ്ദേശിക്കുന്നത് ബോട്ടിലാണ്. നൗൺ ബോട്ടിൽ. ആസ് എ ക്യാനർ നമുക്കറിയാം. റൈറ്റർ, ഡ്രൈവർ, സിംഗർ എന്നൊക്കെ പറയുന്ന പോലെ ക്യാനിങ് ചെയ്യുന്ന ആൾ, അതാണ് ക്യാനർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത് നൗൺ ഫോം ആണ്. സിംഗർ ക്യാൻ ഇവിടെ ക്യാനർ ക്യാൻ ഇവിടെ ഓക്സിലറി വെർബാണ് ഉപയോഗിക്കുക. ക്യാനർ ക്യാൻ ഇവിടെ വെർബാണ്, പിന്നെ ഇത് നൗണാണ്. സോ ക്യാൻ യു ക്യാൻ എ ക്യാൻ ആസ് എ ക്യാനർ ക്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു ക്യാനർ ഒരു ക്യാൻ സേവ് ചെയ്ത് വെക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ക്യാൻ സേവ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഒരു വാക്കിൻ്റെ എല്ലാ അർത്ഥങ്ങളും അറിയെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പല സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ അർത്ഥങ്ങളും അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ പല അർത്ഥങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. സോ ഇന്ന് നമ്മൾ കണ്ടത് ഇംഗ്ലീഷിലുള്ള വൊക്കാബുലറീസ് എളുപ്പത്തിൽ എങ്ങനെ പഠിച്ചിരിക്കാമെന്നും അതൊക്കെ എങ്ങനെ ഓർത്തിരിക്കാമെന്നുള്ളതുമാണ്. എൻ്റെ ടിപ്സ് എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം വളരെ ഉപകാരപ്രദമായ ടോപ്പിക്കുകളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ എഴുതി ചോദിക്കുക. നിങ്ങളുടെ പഠിത്തത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അതുപോലെ ഓൺലൈൻ ക്ലാസ്സസ് ലഭ്യമാണ്. 2-3 സ്ലോട്ട്സേ ബാക്കിയുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാം ഫില്ലായി. സോ താല്പര്യമുള്ളവർ ഞാൻ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ നമ്പർ എഴുതി കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യുക. വാട്സ്ആപ്പ് മെസ്സേജ് ഇട്ടാൽ മതി. താല്പര്യമുള്ളവർക്ക് ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം. ഓൺലൈനായിട്ട് പഠിക്കുന്നതിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷും ഗ്രാമർ, IELTS എല്ലാം പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു.